ഞാൻ ദൈവത്തിൻ്റെ കരം കണ്ടയാളാണ്. ഒരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ കണ്ടതല്ല. ഞാൻ 11 വർഷം സെമിനാരി പഠിച്ചപ്പോഴും ദൈവത്തിൻ്റെ കരം കാര്യമായിട്ട് കണ്ടിട്ടില്ല. പഠിച്ചിട്ടുണ്ട്, പഠിച്ച കാര്യങ്ങളിൽ പാസ്സായിട്ടുമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ കരം കണ്ടത് നമ്മുടെ എല്ലെ പിടിക്കുന്ന ഒരു വിഷമം വരുമ്പോഴേ നമ്മൾ കാണുള്ളൂ. എന്ത്? ദൈവത്തിൻ്റെ കരം. ഈ എല്ലിന് പിടിക്കുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് വരും. മാംസത്തിൽ പിടിക്കുന്ന എല്ലിന് പിടിക്കുന്ന വിഷമം, നമ്മളാകെ ഒരു പിടിയില്ലാണ്ട് ഭയങ്കരമായിട്ട് കുഴങ്ങിപ്പോകുന്ന ചില സമയം വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കരം നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരൊരു കാര്യം പറയട്ടെ, തകർന്ന് തകർന്ന് കുഴി കിടക്കുന്നവനെ പിടിച്ചു കയറ്റുന്ന ദൈവത്തിൻ്റെ കരം ഞാൻ കണ്ടിട്ടുണ്ട്. കുഴി കിടക്കുക, എല്ലാവരും പറഞ്ഞു അവൻ രക്ഷപ്പെടുകയായിരുന്നു. അവനെ ഈ ദൈവം പിടിച്ചിങ്ങനെ കയറ്റുന്നത്, പിടിച്ചു കയറ്റിയിട്ട് ഇന്ന് അഭിമാനത്തോടെ ഇന്ന് നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വ്യക്തി പറയുവാണ്, എന്നെ ഈ കുഴിയിൽ നിന്ന് കയറ്റിയത് എൻ്റെ കൂടപ്പുറപ്പൊന്നുമല്ല, എൻ്റെ എഡ്യൂക്കേഷനും എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല, എൻ്റെ ദൈവമാണെന്ന്. അതുകൊണ്ട് അച്ഛൻ, ആ മനുഷ്യൻ പറയാണ്, അച്ഛൻ ആ ടൗണിൻ്റെ നടുക്കോട്ട് നിർത്തിയിട്ട് ആ ടാറിംഗ് റോഡിൽ നിന്ന് അച്ഛൻ എന്നോട് സ്തുതിക്കാൻ പറഞ്ഞാൽ ഞാൻ ആ ദൈവത്തെ അഭിമാനത്തോടെ സ്തുതിക്കും. ഐ ആം എ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നവനാണ്, എനിക്ക് അഭിമാനമേ ഉള്ളൂ. അച്ഛൻ ആ ടൗണിൻ്റെ നടുക്ക് നിർത്തിയിട്ട് എന്നോട് പറയും, ഇവിടെ ഒത്തിരി പേരുണ്ട്, ചുമ്മാ നടുക്കൊന്നും മൈക്കൊന്നുമില്ല, ചുമ്മാ ഒരു അരമണിക്കൂർ സ്തുതിക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യുവച്ചോ. കാരണം ഇതിനേക്കാൾ വലിയ കുഴി കിടന്ന് എന്നെ ഇവിടെ ഇതുവരെ എത്തിച്ചതിൻ്റെ ദൈവകരം കണ്ടിട്ടുള്ള ആളുകൾ ദൈവത്തെ സ്തുതിക്കും. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ദൈവത്തിൻ്റെ കരം, ഏലിയായോടുകൂടെ ദൈവത്തിൻ്റെ കരം ഉണ്ടായിരുന്നു. ഈ ഏലിയായോട് ദൈവത്തിൻ്റെ കരം ഉണ്ടായത് എപ്പോഴാ? ഏലിയായുടെ പ്രാർത്ഥന മുന്നിലുള്ളപ്പം. പ്രാർത്ഥന, ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചത് 7 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പുത്തൻ കുർബാനയുമായി ബന്ധപ്പെട്ട സമയത്താണ്. ഒന്നാമതേ വലിയ സങ്കടത്തിലൂടെ കടന്നിട്ടാണ് സെമിനാരി ചേർന്നത്. പിന്നീട് സെമിനാരിയിൽ പ്രാർത്ഥിച്ചും പഠിച്ചും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയി 10-11.5 വർഷക്കാലം പഠിച്ചു. സെമിനാരിയിൽ വൈദികനാകാൻ പോകുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ വീട്ടിലെ ഒരു കാര്യം ഞാൻ അറിയുന്നത്. എൻ്റെ വീട്ടിൽ ഒരിക്കലും രണ്ടറ്റം കൂട്ടിമുറ്റിക്കാൻ പറ്റാത്ത വിധത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതയും, ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ട്. ഇത് പറയുന്നത് എൻ്റെ ഒരു കഥയോ ഒരു സഹതാപം കിട്ടാനോ ഒരു എല്ലാവരുടെയും ഒരു വിഷമം മേടിച്ചെടുക്കാനോ ഒന്നും പ്രാർത്ഥിക്കാനോ ഒന്നുമല്ല ഞാനിത് പറയുന്നത്. ഞാനിത് പറയുമ്പോൾ അയ്യോ പാവം അങ്ങനെ ആരും ചിന്തിക്കരുത്. ഞാൻ അഭിമാനത്തോടെ ഇത് പറയുന്നത്. കാരണം എൻ്റെ കുടുംബം മുഴുവൻ നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബങ്ങളാണ്, എൻ്റെ ബന്ധുക്കൾ മുഴുവൻ. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഇന്ന് ഈ മൈക്കെടുത്ത് ഇത്രയും ഒച്ചത്തിൽ വചനം പറയാൻ, ഞാൻ നല്ല സാമ്പത്തിക ചുറ്റുപാട് 4 ചുറ്റിനും സന്തോഷവും സുഖവും മാത്രമേ അനുഭവിച്ചിട്ടുള്ളായിരുന്നെങ്കിൽ ഞാനിന്നും ഒരു അക്ഷരവും മിണ്ടാൻ പോകുകയില്ലായിരുന്നു. പക്ഷെ ഞാൻ കടന്നു വന്ന വഴികളിൽ ഞാൻ ദൈവത്തെ കണ്ടു, ദൈവം കരം പിടിക്കുന്നത് അനുഭവിച്ചു. ദൈവം അല്ലാണ്ട് വേറെ ആര് കൈക്ക് പിടിച്ചാലും ഇതുപോലെ മാറില്ലെന്നും എനിക്കറിയാം. അങ്ങനെ ഒരു സമയത്താണ് കടബാധ്യതയുടെ വിഷമം. ഒന്നാമത് എനിക്ക് ഈ ശക്തമായി പ്രാർത്ഥിച്ച അനുഭവങ്ങളൊന്നുമില്ല. സെമിനാരി പഠിക്കുമ്പോഴും ഇടയ്ക്കൊക്കെ കരിസ്മാറ്റിക് ധ്യാനത്തിന് പോയപ്പോഴും ഞാനൊന്നും എവിടെയും കൈ ഉയർത്തിയിട്ടില്ല. കൈ ഉയർത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പത്രാശം നോക്കിയിട്ട് ഇത്രയും അപ്പുറത്തേക്ക് പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷെ ഇപ്പം എല്ലാവരും ഇത്രയും പിടിച്ചുള്ളതിൽ ഞാൻ ഇത്രയും പിടിക്കും. കാരണം എനിക്ക് അരക്കൈയല്ല, ഒരു കൈ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പണ്ട് എനിക്ക് വലിയ വിഷമങ്ങളില്ലാത്തപ്പോൾ ഞാൻ ഇത്രേ വെക്കുള്ളൂ. എന്തിന് ഇതിപ്പം കൈ ഉയർത്തിയാലാണ് കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നതെന്ന് ചിന്തിക്കും. പക്ഷെ ബൈബിളിൽ പല സ്ഥലത്തും കൈ ഉയർത്തി പ്രാർത്ഥിച്ച പലരുമുണ്ട്. പഴയ നിയമത്തിൽ മോശ എങ്ങനെ പ്രാർത്ഥിച്ചു എന്നിരിക്കുന്നേ? മോശയുടെ കൈ അഹറോനും ഹൂർ എന്ന വ്യക്തിയും ഉയർത്തിപ്പിടിപ്പിച്ച് പ്രാർത്ഥിച്ചു. എത്രയോ വർഷം മുമ്പ്. അന്നു വരെ അറിയായിരുന്നു കരമുയർത്തി പ്രാർത്ഥിക്കുന്നത് ഇത് എൻ്റെ ദൈവത്തോടുള്ള ബന്ധമാണ് ഞാൻ കാണിക്കുന്നതെന്ന്. ഞാൻ കരമുയർത്തുമ്പോൾ എൻ്റെ ബോധ്യം എന്നറിയോ? എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഏറ്റവും വലിയ പണക്കാരൻ കൈ ഉയർത്തുന്നുണ്ടോ, ഇപ്പുറത്തുള്ള ഏറ്റവും വലിയ ഡിഗ്രി ഉള്ളവൻ കൈ ഉയർത്തുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഞാൻ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ, ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ കരമുയർത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ ഞാൻ പ്രകടമാക്കുന്നേ. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ പൗരോഹിത്യവും സ്വീകരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും പറഞ്ഞു, പൈസ ഇല്ലെങ്കിൽ പുത്തൻ കുർബാന നടത്താൻ നിൽക്കണ്ട കേട്ടോ, പൈസ ഇല്ലെങ്കിൽ നടത്താൻ നിൽക്കണ്ട,
ഇനി നടത്തിയിട്ട് ചുമ്മാ ഒരു 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 വട്ടക്കൂട്ടി തട്ടിക്കൂട്ടി നടത്തുമൊന്നും വേണ്ട, നടത്താനാണെങ്കിൽ ഈ വർഷം നടത്താൻ പറ്റിയാലേ പൈസ ആകുമ്പോൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പുത്തൻ കുർബാന ഈ വർഷം നടത്തണമെന്ന് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം. പിന്നെ വേറൊരു കാര്യം, വിളിച്ച ദൈവം ആരാണ്? നമ്മൾ വിശ്വസ്തനല്ലെങ്കിലും എന്നെയും നിങ്ങളെയും വിളിച്ച ദൈവം ആരാ? വിശ്വസ്ത. അതൊരു 10 പ്രാവശ്യം മനസ്സിൽ പറഞ്ഞു. മനസ്സിൽ പറയേണ്ട ഒരു വാക്കാ, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പലർക്കും ദൈവത്തെ അറിയാം, വിശ്വസ്തനായ ദൈവത്തെ അറിയില്ല. എനിക്ക് ദൈവത്തെ അറിയാം, ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഞാൻ പുസ്തകം വായിച്ചിട്ട് പലതൊക്കെ അറിയാം. പക്ഷേ അനുഭവം വരുമ്പോഴാണ് അറിയുന്നത്, എന്നെ വിളിച്ച ദൈവം, ഞാൻ വിശ്വസ്തനല്ലേലും എൻ്റെ ദൈവം എന്നോട് വിശ്വസ്തനായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഇതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ എന്നോട് എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞു, ഒരു ഐഡിയ പറഞ്ഞു, നീ എല്ലാ വീട്ടിലും ചെന്ന് പുത്തൻ കുർബാനയ്ക്ക് എല്ലാവരെയും ക്ഷണിക്ക്. അപ്പോൾ എല്ലാ വീട്ടിലെ മുമ്പിൽ നീ പറ, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടാൻ പറഞ്ഞു. അങ്ങനെ മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടിയ ആളാണ് ഞാൻ. എൻ്റെ ബന്ധുക്കൾ, പരിചയക്കാർ എല്ലാവരുടെ മുമ്പിൽ ഞാൻ പൈസ ചോദിക്കാൻ വേണ്ടി കൈ നീട്ടും. അന്ന് ഞാൻ ബൈബിളിൽ ഒരു പ്രത്യേക രഹസ്യം പഠിച്ചിട്ടില്ലായിരുന്നു, ഇപ്പോൾ പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. കൈ നീട്ടിയപ്പോൾ പലരും പറഞ്ഞു, പൈസയൊന്നുമില്ല, ഇപ്പം ഞങ്ങൾ പറിച്ച പൈസ മറിഞ്ഞുപോയി, തിരിഞ്ഞുപോയി, ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു. അധികം ആരും സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. അന്ന് ഞാൻ തീരുമാനമെടുത്തൊരു കാര്യമാണ്, ഇനി ആരുടെ മുമ്പിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് കൈ നീട്ടില്ലെന്ന്. അങ്ങനെ അനുഭവം വന്നപ്പോഴാണ് ദൈവവചനത്തിലേക്ക് വന്നപ്പം ഒരു ആത്മീയ രഹസ്യം കണ്ടുപിടിച്ചത്. എന്ത്? ദൈവസന്നിധിയിൽ കൈ നീട്ടുന്നവന് മനുഷ്യന്റെ മുമ്പിൽ ഒരിക്കലും കൈ നീട്ടേണ്ടി വരില്ല. ഹല്ലേലൂയ. ശക്തിയോടെ ഒന്ന് കരമടിച്ച് നന്ദി പറയാം. ഇത് നിങ്ങൾ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കേണ്ടതാ കേട്ടോ. ഇത് കേട്ടു ഒരു സംഭവം കേട്ടു, കുഴപ്പമില്ലായിരുന്നു, ശരിയായില്ല, അഭിപ്രായം പറഞ്ഞു പോകേണ്ടതല്ല. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ വചനം എഴുതിയിട്ടുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് അവിടെ ഒരു കുഞ്ഞു മലയാള വാക്ക് എഴുതി ചേർത്തിട്ടുണ്ട് അതിനകത്ത്, ഒന്നിനൊന്ന്. അത് ചുമ്മാ എഴുതിയല്ല. ഒന്നിനെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനും കുറവില്ലെന്ന് ആ വാക്ക്. ആ ഒന്നിനെന്നുള്ള വാക്കിനുണ്ടല്ലോ ഒരു കടലോളം ആഴം കിടപ്പുണ്ട്. ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. നിനക്ക് സമ്പത്തിനോ ആരോഗ്യത്തിനോ നാളെ എന്ത് ചെയ്യും, ഒരു കാര്യത്തിനും കുറവുണ്ടാവില്ല. ദൈവസന്നിധിയിൽ കൈനീട്ടിയ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു ബൈബിളിൽ, അത് ദാനിയേലാണ്. ദൈവസന്നിധിയിൽ കൈനീട്ടി പ്രാർത്ഥിച്ച ദാനിയേലിന് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വന്നില്ല. പഴയ നിയമത്തിൽ മോശ ചെങ്കടലിന്റെ സമീപത്ത് നിൽക്കുമ്പോഴും മരുഭൂമി നിൽക്കുമ്പോഴും ഭക്ഷണം, ഫുഡ് കൊടുക്കാനില്ല. ഇസ്രായേൽക്കാർ ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുവാണ്, ഫുഡ് കൊടുക്കാനില്ല. ഒരു ഹോട്ടലിൽ ചെന്നും കൈ നീട്ടിയതായിട്ട് എഴുതിയിട്ടില്ല. ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഫുഡ് കൊടുക്കണമെന്ന് അറേഞ്ച്മെന്റിന് വേണ്ടി കൈ നീട്ടിയില്ല. അവിടെ നിന്ന് ദൈവസന്നിധിയിൽ കൈ നീട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. മോശയ്ക്ക് ഇസ്രായേൽ ജനത്തിന് ഭക്ഷണം കൊടുക്കാൻ മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല. കൈ നീട്ടേണ്ട അവസ്ഥ ദൈവം കൊടുത്തിട്ടില്ല. എന്താ ഇതിനകത്ത് രഹസ്യം? ദൈവസന്നിധിയിൽ കൈ നീട്ടി പ്രാർത്ഥിക്കുന്നവന് ഒന്നിനും മുട്ടുണ്ടാവില്ല, ഒരു കാര്യത്തിനും കുറവുണ്ടാവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. 2, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയിൽ മുഴുവൻ സമയവും മുട്ടേ നിൽക്കാൻ പറ്റിയില്ലേലും ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ മുട്ടേ നിൽക്കണം. എന്താ പ്രത്യേകത എന്നറിയാമോ? ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ ആർക്കും മുട്ടുകുത്തിക്കാൻ പറ്റില്ല. പ്രത്യേകതയാണ്. ഇതെല്ലാം തിയറിയല്ല, പ്രാക്ടിക്കലാണ്. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ മുട്ടുകുത്തിക്കാൻ പലരും നോക്കും നടക്കത്തില്ല. ദാനിയേൽ ജീവിച്ചിരുന്ന സമയത്ത് ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയ ദാനിയേലിനെ മുട്ടുകുത്തിക്കാൻ ആ രാജ്യത്തിലെ രാജാവും ഭരണാധികാരി എല്ലാവരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഈവൻ സിംഹത്തിന്റെ കൂട്ടിപ്പോലും ദാനിയേൽ മുട്ടുകുത്തിയിട്ടില്ല. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവൻ എവിടെയും മുട്ടുകുത്തേണ്ടി വരില്ല. ഒന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് യാഥാർത്ഥ്യമാ. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അനുഭവമുള്ളവർ ഒത്തിരി പേര് ഇതിനകത്തിരിപ്പുണ്ടാവും. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവൻ പിന്നെ ആരുടെയും മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരാൻ ദൈവം സമ്മതിക്കില്ല. കൈ നീട്ടുന്നവൻ വേറൊരാളുടെ മുമ്പിൽ പോയി ഒന്നിനും കൈ നീട്ടേണ്ടി വരില്ല. ദൈവം കൈ നീട്ടാൻ സമ്മതിക്കില്ല. ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഞാനത് പഠിച്ചത് പിന്നീട് പഠിച്ച പിന്നെ ഇന്ന് വരെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിലും
എന്നിലും. എൻ്റെ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചു നേരമെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിപ്പിടിക്കാൻ. അതെനിക്ക് ഭയങ്കര അനുഭവം ഉണ്ടായി. ഞാൻ ഈ വീട്ടിലായിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ, പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാം, എൻ്റെ പ്രാർത്ഥന എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ടെങ്കിൽ 100% ഉറപ്പാണ് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം അതിനേക്കാൾ വേഗത്തിൽ കേൾക്കും. കാരണം എൻ്റെ വീടിരിക്കുന്ന സ്ഥലം ഒരു പൊട്ടസ്ഥലത്താണ്. നിങ്ങളായിട്ട് ആരോടും പറയാതിരുന്നാൽ മതി. ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, അതാ പ്രശ്നം. എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ ആരോടും പറയരുത്, പ്രത്യേകിച്ച് രഹസ്യമാണ്. ചെകുത്താങ്കുഴി എന്നാണ്, പറയരുത് ആരോടും. ഞാൻ സെമിനാരിൽ ചേരാൻ നേരത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിക്കുകയാണ്, ഈ കെട്ട സ്ഥലത്തുനിന്ന് സെമിനാരിലൊക്കെ എടുക്കുവാടാവുന്നു. അപ്പോൾ അവനിട്ട് പേരെന്താ? കെട്ട സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറയാം, ഒരു ബൈക്ക് പോലും ഇറങ്ങി പോകാത്തൊരു വഴിയാണ്. അത്ര കുത്തനെ ഒരു ഇറക്കമായിരുന്നു. ആകെ 4 വീട്ടുകാരെ അവിടെ ഉള്ളൂ. അതിലൊരു വീട്ടിൽ താമസമില്ല, അന്നും ഇന്നും 3 വീട്ടിലെ താമസമുള്ളൂ. 3 വീട്ടിലെ താമസമുള്ളൂ. 3 കുടുംബം, 4 വീടും ക്രിസ്ത്യൻസ് കുടുംബമാണ്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുടുംബമാണ്. ഇത് ചെകുത്താങ്കുഴി എന്ന് വിളിക്കാനുള്ള കാരണം ഇവിടെ കരണ്ടുമില്ല, കരണ്ടും എത്തിയിട്ടുമില്ലായിരുന്നു, വഴിയില്ല. അപ്പം ഇവിടെ ഞാനവിടെ ചെറുപ്പം തൊട്ട് കണ്ടൊരു പ്രത്യേകത, വാറ്റും കുടിയുടെയും കേന്ദ്രമാണ് ആ സ്ഥലം. കള്ളവാറ്റ്, ചാരായം ഉണ്ടാക്കുന്ന ഒരു കുഴി. അതുകൊണ്ട് ഇതിനെ ആൾക്കാർ വിളിച്ച പേരാണ് ചെകുത്താങ്കുഴി. ചെകുത്താങ്കുഴി എന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കൂല്ലയോ? കേൾക്കില്ല, നോർമലായിട്ട് കേൾക്കില്ല. സ്റ്റാൻഡേർഡായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുള്ളൂ. വേറൊരു കാര്യം കേട്ടോ, ദൈവത്തിന് മാത്രം എന്തില്ല? ഇത് നോക്കിയല്ല, മുഖം നോക്കിയല്ല. ബൈബിളിലെ ദൈവം എവിടെയും മുഖം നോക്കിയിട്ടില്ല. മനുഷ്യൻ മുഖം നോക്കും. കാനഡയിൽ ആരാ ഉള്ളത്? ഓ ഇസ്രായേൽ. ഓ നമ്മൾ ആ ഓ നോക്കിയിട്ട് ആരാ? ഓ നമ്മൾ പാരമ്പര്യം, ആ ഇടവക, പള്ളി എല്ലാം നോക്കി ചരിത്രം പഠിച്ചിട്ടേ നമ്മളൊരു ദൈവം മാത്രം എവിടെയാ, ഏതാ പാരമ്പര്യം, അപ്പനാരാ? ഓ ഇത് വെക്കില്ല. ദൈവത്തിന് എന്തില്ല? മുഖം നോട്ടമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ഈ സ്ഥലം, ഇങ്ങനെ ഒരു സ്ഥലം, ഞാൻ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടൊരു പ്രത്യേകതയാണ്, ഏക്കമുട്ടിയ കുടിയന്മാർ. അവരാണ് ഇതിൻ്റെ വാറ്റും കൊടിയും സപ്ലൈയും. ഈ ഏക്കമുട്ടിയ കുടിയന്മാരെന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊരു പ്രത്യേക വാക്കാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാം. അത് കുടിച്ച് കത്തിച്ച് തീർന്നവരാണ്. അങ്ങ് ജീവിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവർ ചുമയ്ക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അവർ ചുമയ്ക്കുന്ന ഏകദേശം ഇങ്ങനെയാണ്. അഭിനയിക്കുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അവർ ചുമയ്ക്കുമ്പം ഇങ്ങനെ ചുമയ്ക്കുമ്പോൾ തന്നെ അങ്ങ് റൗണ്ടായി പോകും. ആണ് ഏക്കമുട്ടിയ കുടിയന്മാർ. ഇങ്ങനെയുള്ള സ്ഥലത്താണ്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ക്രിസ്മസിന് കരോള് വരുമ്പം ആദ്യം നമ്മുടെ അടുത്ത് വരും. കാരണം ഇത് വലിയ കുഴിയാണ്, അതുകൊണ്ട് ആദ്യം ഇറങ്ങി ഇവർ പോകും. രാത്രിയായി വരാൻ പാടാണ്. ഈ കുഴിയിൽ നിന്നാണ് ഞാൻ പോകുന്നത്, സെമിനാരിൽ പോകുന്നു. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഈ കെട്ട സ്ഥലത്ത് നോക്കി എടുക്കുമല്ലേ? ഓ എടുക്കും. അങ്ങനെ സെമിനാരി ചേർന്ന് ഞാൻ വൈദികനാകുന്ന സമയം വരെ വീട്ടിലേക്കൊരു ബൈക്ക് പോലും ഇറങ്ങി പോകത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു വഴിയാണ്. അപ്പം ഞങ്ങൾ വെറുതെ ആണെങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ വഴി കിട്ടുന്നത് വരെ ആരും മരിക്കല്ലേ. ഇത് എങ്ങനെ മരിച്ചത് കൊണ്ടുപോകേണ്ടത്? തമാശയ്ക്കാണെങ്കിലും എൻ്റെ അയൽവാസികൾ ഒരാൾ പറഞ്ഞു, നമ്മൾ ആരെങ്കിലും മരിക്കുവാണെങ്കിൽ 2 പീസായിട്ട് കൊണ്ട് റോട്ടിൽ തൊട്ടിച്ചാൽ മതി. ഒറ്റയടിക്ക് ഒരു പെട്ടി കയറിയല്ല, അതുകൊണ്ട് 2 പീസാക്കുക. അതിന് 2 പീസാക്കി അവർ റോട്ടിലെത്തി കഴിയുമ്പോൾ ഒറ്റ പീസാക്കി ഒരു പെട്ടി കൊണ്ടുപോവുക. തമാശയ്ക്കാണെങ്കിലും അങ്ങനെ പറയും. ഈ സ്ഥലത്തു നിന്നാണ് ഞാൻ പോകുന്നത്. ഇനി എൻ്റെ ഒരു ആവശ്യം വന്ന് സാമ്പത്തികമായി ഒരു വഴി ഇല്ലാതിരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന ഉയരുവാണ്. ആ പ്രാർത്ഥന ചടങ്ങ് പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയുടെ സമയത്ത് ശരിക്കും നമ്മൾ ഒരു കൂട്ടുകാരനോട് പറയുന്ന പോലെ അങ്ങ് പറഞ്ഞ് എന്തു ചെയ്യും, എങ്ങനെ മുന്നോട്ട് നീങ്ങും, എന്തു ചെയ്യും. ഇത് ഞാൻ കണ്ടു. ഇങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുവാണ്, നമ്മൾ ഈ കുഴിയിൽ കിടന്ന്, ഈ കുഴിയിലെ പേട്ട് ഇവിടെ കിടന്ന് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ല. കാരണം ഈ റോഡിൻ്റെ മുകളിൽ പോലുള്ള വീട്ടുകാർ പോലും കേൾക്കില്ല, ഇവിടെ കിടന്ന് ഒച്ചത്തിൽ കാറിയാൽ പോലും. പിന്നെ ദൈവം കേൾക്കാൻ പോവാണ്. എനിക്കങ്ങനെ അതിനെ വിമർശിച്ച് അങ്ങനെ തോന്നി. എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലെ സെമിനാരിയിൽ നിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന എൻ്റെ വീട്ടിലൊരു ബൈബിൾ, ആ ബൈബിൾ വായിച്ചു കഴിഞ്ഞ് ബൈബിൾ തിരിച്ചു വെക്കാൻ നേരത്ത് അവിടെ എവിടെയോ ഇരുന്ന ഒരു കാർഡ് താഴെ വീണുപോയി. ഒരു കാർഡ്. ആ കാർഡ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കാറ്ററിംഗുകാരുടെ കാർഡാണ്. ഞാൻ ആ നമ്പർ അവിടെ ഇരുന്നിട്ട് വെറുതെ എൻ്റെ ഫോണിൽ ഡയൽ ചെയ്ത് ഞാൻ വിളിച്ചു.
വിളിച്ചപ്പോൾ അവർ കാസർഗോഡ് ജില്ലയിലുള്ളവരാണ്, ഞാൻ കണ്ണൂർ ജില്ലയിൽ താമസിക്കുന്നു. ഞാനിങ്ങനെ വിളിച്ച് ചോദിച്ചു, ഞാൻ ചുമ്മാ ചോദിക്കുകയാണ്, ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, നമ്പർ കിട്ടി അങ്ങ് വിളിച്ചു. ചോദിച്ചു, ഒരു പുത്തൻകുർബാനയുടെ ആവശ്യമുണ്ട്, ഒരു 600-700 പേർക്കുള്ള ഫുഡ് വേണം, നോർമൽ ഫുഡ് മതി, എക്സ്ട്രാ ആയിട്ടൊന്നും വേണ്ട. അവർ പറഞ്ഞു, ഞങ്ങൾ ആലോചിച്ചിട്ട് പറയും, ദൂരം കൂടുതലാണ്, അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. ഒരു ദിവസം കഴിഞ്ഞപ്പം ഈ വ്യക്തി തിരിച്ചു വിളിച്ചിരിക്കുന്നു, നമ്പർ സേവ് ചെയ്തിട്ടില്ല. വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെന്നോട് ചോദിക്കുവാണ്. അവർ ചോദിച്ചത് നിങ്ങൾക്ക് വിഷമമാവുമോ എന്ന് ചോദിച്ചു. വിഷമമാകാനോ? എന്ത് വിഷമമാകാനൊന്നുമില്ല, എന്താ പറഞ്ഞോളാൻ പറഞ്ഞു. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ ഈ പുത്തൻ കുർബാന ഏറ്റെടുത്ത് നടത്തിക്കോട്ടെ എന്ന്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതൊരു കഥയായിട്ടോ ഒരു തോന്നലായിട്ടോ അല്ല, എനിക്ക് വിശ്വസിക്കാൻ പോകും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പലതും ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റണമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി, ഇതെങ്ങനെ ഇങ്ങനെ വിളിക്കും, ഇത് കാസർഗോഡ് ജില്ലക്കാരാണ്, ഇനി ഇവരിങ്ങനെ പറ്റിക്കുമോ, ഇത് സത്യമാണോ, ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെല്ലാം നമ്മൾ അവരെ വിശ്വസിച്ചിരുന്നിട്ട് ഇവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇത് വേറൊരു ജില്ലയിലുള്ളവരാണ്, കുറേ ദൂരം വണ്ടി ഓടിച്ചാലേ ഇവിടെ എത്തത്തുള്ളൂ. എനിക്കത് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇതിൻ്റെ വഴികൾ അന്വേഷിച്ചിട്ട് ഒരു അച്ഛനെ വിളിച്ച് ചോദിച്ചു, ഒരു ജെയിംസ് അച്ഛനെ വിളിച്ച് ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അച്ഛന് ഇവരെ വല്ല പരിചയമുണ്ടോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് അവിടെ വികാരിച്ചനെ പരിചയം, ഞാനൊന്ന് കോൺടാക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. വിളിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ അച്ഛൻ പറഞ്ഞു, ഒന്നും അന്വേഷിക്കുക, വേറൊന്നും ചിന്തിക്കേണ്ട, അവർ നല്ലൊരു നിയോഗത്തിലാവുള്ളതെന്ന് പറഞ്ഞു, പിന്നീട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നാണ് ഒരു സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ ഞാൻ 11.5 വർഷക്കാലം പഠിച്ച 11.5 വർഷക്കാലം പഠിച്ചിട്ട് കണ്ടെത്താത്ത ഒരു കാര്യത്തെ, അതായത് നമ്മുടെ സാധാരണ കുഴിയിൽ നിന്നാണേലും, വഴിയില്ലാത്ത സ്ഥലമാണേലും, കാഴ്ചയ്ക്ക് ഭംഗിയില്ലാത്തൊരു പെര എവിടെ ഉണ്ടെങ്കിലും, നമ്മൾ അവിടെ ഇരുന്ന് ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ വിളിച്ചാൽ ദൈവം ആ വിളിക്ക് ഉത്തരം നൽകി ദൈവം അതെ തെളിയിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞു ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ആരാന്നറിയോ? നമ്മുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാ ഞാനെന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ദൈവം തെളിയിക്കും. എത്രയോ സംഭവങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരത്തെ തെളിയിക്കുന്ന ദൈവമാണ്. നമ്മളും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത് കല്ലിനോടോ മണ്ണിനോടോ തടിക്കഷത്തോടോ ഒന്നുമല്ല, ഇന്നും ജീവിക്കുന്ന ദൈവത്തോട്. മാത്രമല്ല, ആ ദൈവം വിശ്വസ്തനാണ്. പറഞ്ഞു ഹല്ലേലൂയ.